ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എന്താ കുഴപ്പം ജനാഭിമുഖം അനുവദിച്ചാൽ? സുറിയാനി സഭാ നേതൃത്വം എൻ്റെ ഈ വീഡിയോ ഒന്ന് കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എറണാകുളത്തെ വൈദികർക്കും എൻ്റെ ക്ലാസ്മേറ്റ്സിനുമുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ലിറ്റർജിയെക്കുറിച്ച് ഞാൻ ഇന്നലെ ചെയ്ത എൻ്റെ വീഡിയോയുടെ താഴെ ജോസ് മാഡൻ എന്ന വ്യക്തി ഒരു കമൻ്റ് ഇട്ടിരുന്നു. എക്സലൻ്റ് ക്ലാസ് ഓൺ ലിറ്റർജി എന്ന് എന്നെ അഭിനന്ദിച്ചതിന് ശേഷം അദ്ദേഹം വളരെ സത്യസന്ധമായി ആർജവത്തോടെ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന അനുവദിച്ചാൽ എന്താണ് കുഴപ്പം? പ്രശ്നം തീരാൻ അത് സഹായിക്കുമെങ്കിൽ അതങ്ങ് അനുവദിച്ചാൽ പോരെ? ഇതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ രത്നചുരുക്കം. അത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. വടവാതോ സെമിനാരിയിൽ എന്നോടൊപ്പം തത്വശാസ്ത്രം പഠിക്കാനുണ്ടായിരുന്ന ജോസ് മാഡൻ എന്ന വ്യക്തി തന്നെയാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ചോദ്യം ചോദിച്ചതിനും ഇങ്ങനൊരു വളരെ എന്താ പറയുക ഉള്ളു തുറന്ന് സംസാരിച്ചതിനും ഒത്തിരിയേറെ നന്ദി ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഈ ജോസ് മാഡൻ പറഞ്ഞത് നല്ലൊരു പ്രശ്ന പരിഹാര ഫോർമുലയല്ലേ എന്ന് പലർക്കും തോന്നാം, മിക്കവർക്കും തോന്നാം. ഇത് അനുവദിച്ചാൽ സമാധാനം കൈവരില്ലേ എന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലും അതുപോലെ ചിന്തിക്കുന്ന രൂപതകളിലും തോന്നാം. നമുക്കിതിൻ്റെ ചില ഭവിഷ്യത്തുകൾ പരിശോധിക്കാം. ഇതിൻ്റെ വളരെ സുദീർഘമായി ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. ഞാനതിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രായോഗികമായ കുറച്ച് കാര്യങ്ങൾ പ്രയോഗത്തിൽ സഭയിൽ, അതിൽ കുറച്ച് ദൈവശാസ്ത്ര കാര്യങ്ങൾ, ഇത്രയാണ് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇത് ജോസ് മാഡനും അതുപോലുള്ള എറണാകുളത്തെ ആളുകളും വൈദികരും ഒക്കെ കാണണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ജനാഭിമുഖം അനുവദിച്ചാൽ, ഒന്ന്, ഇപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഭവിഷ്യത്തുക്കളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപിൽ നടക്കുന്ന സകല തോന്നിയാസങ്ങൾക്കും അനുവാദം കൊടുക്കുന്നതിന് തുല്യമായിരിക്കും അത്. കാരണം ഈ ജനാഭിമുഖം അവർ അക്രമത്തിലൂടെ നേടിയെടുക്കുകയാണ്. അക്രമത്തിലൂടെ എന്തും നേടിയെടുക്കാമെന്ന കാട്ടുനീതി സഭയിൽ നടപ്പിലാകുന്നതിന് തുല്യമായിരിക്കും അത്. എറണാകുളത്ത് നടന്ന സകല അതിക്രമങ്ങൾക്കും അന്യായങ്ങൾക്കും ആക്രമണങ്ങൾക്കും അധിനിവേശങ്ങൾക്കും അതിനെല്ലാം ന്യായീകരണം നൽകുന്ന ഒരു നടപടിയാകും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന അനുവദിച്ചാൽ. കാരണം ഇതിൻ്റെ പേരിലാണ് വർഷങ്ങളായിട്ട് അക്രമ പരമ്പരകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അക്രമം ചെയ്താൽ കാര്യങ്ങൾ സഭയിൽ നേടിയെടുക്കാം എന്നൊരു ചിന്ത വരും. എല്ലാ രൂപതകളിലേക്കും ഈ രീതി ഇതിൻ്റെ കാര്യത്തിൽ, ഇപ്പം കുർബാനയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വേറെ കാര്യത്തിൽ വരാം. ഇപ്പം മെത്രാനിച്ചനൊരു തീരുമാനമെടുത്തു, അദ്ദേഹത്തിൻ്റെ സവിശേഷ അധികാരം ഉപയോഗിച്ച് അവിടെ കുറച്ച് പേര് അക്രമം ചേർന്ന് അങ്ങനെ അക്രമങ്ങൾ നടത്തിയാൽ അവിടെയും നടപ്പാക്കി കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ വളരെ തെറ്റായ ഒരു രീതി വരും. ഈ അക്രമം ഇല്ലാതാക്കാൻ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്യുക എന്നുള്ളത് അതൊരു ശരിയായ രീതിയേ അല്ല. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ, അവിടെ അക്രമം ഇല്ലാതാക്കാൻ കാശ്മീർ അങ്ങ് വിട്ടുകൊടുത്താൽ പോരെ? ചൈനയുമായിട്ട് കുറേ അതിർത്തി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, യുദ്ധം ഒഴിവാക്കാൻ ചൈന പറയുന്ന സ്ഥലങ്ങൾ വിട്ടുകൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന പോലെയാകും. അപ്പോൾ ഒരിക്കലും പ്രശ്നങ്ങൾ അവസാനിക്കില്ല. ലോകം മുഴുവൻ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എല്ലാവരെയും ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കിയാൽ പോരെ? എന്തിനാണ് ഇസ്ലാം മതം? ലോകം മുഴുവൻ ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന് കീഴിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി അക്രമം മുഴുവൻ നടത്തുന്നത്. ഇപ്പം ഇസ്രായേലൊക്കെ യുദ്ധം എന്ന് പറയുന്നത്, ഇസ്രായേലിൻ്റെ ചുറ്റും ഏഴ് സ്ഥലത്താണ് യുദ്ധം നടക്കുന്നത്. മുഴുവൻ മുസ്ലിം രാജ്യങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങളിൽ ഈ യഹൂദരെ കൊന്നൊടുക്കുക ഇല്ലേ? ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ജ്യൂസ്, ഡെത്ത് ടു ക്രിസ്ത്യൻസ്, ഇങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം, യഹൂദന്മാർക്ക് മരണം, ക്രിസ്ത്യാനികൾക്ക് മരണം, ഇവിടെ ഹിന്ദുക്കൾക്ക് മരണം. അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് മതം നോക്കി, അതായത് ഉടുപ്പൂരി അവൻ്റെ ജനനേന്ദ്രിയം പരിച്ഛേദനം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ടാണ് കൊന്നു കളഞ്ഞത്. അപ്പോൾ ഈ ലോകത്ത് അക്രമമില്ലാതെ ഇരിക്കാൻ എല്ലാ രാജ്യങ്ങളും ഇസ്ലാമികമായാൽ പ്രശ്നം തീരില്ലേ? അതിൻ്റെ യുക്തി ഇല്ലായ്മ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അക്രമം ഇല്ലാതാകാൻ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്യുന്നത് ശരിയല്ല. അക്രമത്തിലൂടെ നേടിയെടുക്കാം എന്ന് വിചാരിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ പ്രശ്നം. ഇത് തന്നെയാണ് വിമത വൈദികരുടെയും പ്രശ്നം. അപ്പോൾ അതിക്രമം ചെയ്ത്
എന്തും നേടിയെടുക്കാം എന്നുള്ള തെറ്റായ ഒരു രീതി സഭയിൽ കീഴ്വഴക്കമായിട്ട് വരും. ഭയങ്കര ദൂരവ്യാപകമായ പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ടുണ്ടാകുക. ഒന്ന്. രണ്ട്, എത്ര കൊടിയ തെറ്റ് ചെയ്താലും ആ അച്ഛന് തെറ്റ് ചെയ്യുന്ന അച്ഛനെ വിലക്കാനോ നിരോധിക്കാനോ കഴിയാതെ വരും. ഇപ്പം നമ്മൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തലശ്ശേരി രൂപതയിൽ പാമ്പ്ളാനി പിതാവ് ഒരു വൈദികനെ പോക്സോ കേസിലോ മറ്റു പിടിക്കപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ വിലക്കിയിട്ടുണ്ട്. അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലായിരുന്നെന്ന് വിചാരിക്കുക. അത് ഈ വിമത വൈദികർ ആരെങ്കിലും നേതാക്കന്മാരായിരുന്നെന്നും കരുതുക, സങ്കല്പിക്കുക. ആ വിലക്ക് പ്രാബല്യത്തിൽ വരുമോ? ഇല്ല. തലശ്ശേരി രൂപതയിൽ പ്രാബല്യത്തിൽ വരുന്നത് അവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പോലെ ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ടാണ്. അവിടെ ഇതുപോലെ തന്നെ വൈദികരെല്ലാം സംഘടിച്ച ഒരു ട്രേഡ് യൂണിയൻ പോലെയായി. ആ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾക്കാണ് ഇങ്ങനൊരു കേസ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വിലക്ക് പ്രാബല്യത്തിൽ വരുമോ? എത്ര കൊടി തെറ്റ് ചെയ്താലും സഭയ്ക്ക് വിലക്കാൻ പറ്റാത്തൊരവസ്ഥ വരില്ലേ? അതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വന്നിരിക്കുന്നത്. 3, വിമത വൈദികരുടെ സമ്മതമില്ലാതെ ഒരു വൈദികനെയും മെത്രാന് സ്ഥലം മാറ്റാൻ കഴിയാതെ വരും. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ട്രേഡ് യൂണിയൻ പോലെയാണ് വിമത വൈദികർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വിമത വൈദികർ സമ്മതമില്ലാതെ ഒരു വൈദികനെയും ഒരു സ്ഥലത്തേക്കും മെത്രാന് സ്ഥലം മാറ്റം കൊടുക്കാൻ കഴിയാതെ വരും. ഒരു വിമതരുടെ അനുവാദമില്ലാതെ, വിമത വൈദിക സമ്മതമില്ലാതെ ഒരു വൈദികനെയും ഒരു സ്ഥലത്ത് നിയമിക്കാൻ പറ്റാതെ വരും. സ്ഥലം മാറ്റം കൊടുക്കാൻ പറ്റില്ല. സ്ഥലം മാറ്റം കൊടുത്താലും മാറില്ല. ഇപ്പം അതോളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വിമത വൈദിക സമ്മതമില്ലാതെ ഒരു വൈദികനെയും ഒരു സ്ഥലത്ത് നിയമിക്കാൻ പറ്റാതെ വരും. പിന്നെ 5, വൈദികര്, മെത്രാനൊക്കെ കൂടാതെ വൈദികര് സ്വയം നിയമിച്ച് ഇഷ്ടമുള്ള പള്ളിയിൽ ഇഷ്ടമുണ്ടെങ്കിൽ കുർബാന അർപ്പിച്ച് അങ്ങനെ അങ്ങ് ജീവിക്കും. പള്ളി വെഞ്ചരിക്കാനോ പള്ളി കൂതാശ ചെയ്യാന്ന് പറയാ. പള്ളി കൂതാശ ചെയ്യാനോ മെത്രാൻ വിളിക്കുന്നില്ലല്ലോ ഇവര്. അപ്പോൾ വൈദികർ സ്വയം മെത്രാന്മാരെ പോലെയാകും. എന്നിട്ട് സ്വയം നിയമിച്ച്, മെത്രാന് സ്വയം നിയമിക്കാൻ കഴിയില്ല, സ്വയം നിയമിച്ച് ഇഷ്ടമുള്ള പള്ളിയിൽ കുർബാന ഇഷ്ടമുണ്ടെങ്കിൽ ചൊല്ലി അങ്ങനെ അങ്ങ് ജീവിക്കും. പിന്നെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത തന്നെ ഉണ്ടാവുകയില്ല. പെന്തക്കോസ്ത് ദൈവസഭക്കാരെക്കാൾ അധപതിച്ച് പോകും. ഒരു മത ക്ലബ്ബ് പോലും ആയിരിക്കില്ല. പിന്നെ അടുത്തൊരു കാര്യം, 6-മത്തെ, ഇപ്പം മണവാളൻ, ബസിലിക്ക പള്ളിയിൽ മണവാളൻ പണസംബന്ധമായി അഴിമതി ചെയ്തുവെന്ന് സഭാ കോടതി കണ്ടെത്തി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. മണവാളൻ പണസംബന്ധമായി അഴിമതി ചെയ്തുവെന്ന്, ഫിനാൻഷ്യൽ മാൽ പ്രാക്ടീസസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സഭാ കോടതി അത് കണ്ടെത്തി തെളിവുകൾ സഹിതം അദ്ദേഹത്തിനെതിരെ വിധി പ്രസ്താവിച്ചിരിക്കുന്നു, ഉത്തരവ് നൽകിയിരിക്കുന്നു. ആ ഉത്തരവ് പ്രാബല്യത്തിലായിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുക? ഏത് പള്ളിയിലും ഇനി അങ്ങോട്ട് എത്ര അഴിമതി ചെയ്താലും, നേർച്ചപ്പെട്ടെന്ന് പണം കെട്ടെടുത്താൽ പോലും ഈ വിമത വൈദികരുടെ പോലെ സംഘാടക ശക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈക്കാരന്മാരുടെ ഒത്താശ ഉണ്ടെങ്കിൽ എന്ത് അഴിമതിയും ചെയ്യാം എന്നൊരവസ്ഥ വരില്ലേ? 7, ലത്തീൻ സഭയ്ക്ക് വേണ്ടി CIC ഇല്ലേ, കാനൺ ലോ, പൗരത്വ സഭകൾക്ക് വേണ്ടി CCO, കാനൺ ലോ. ഈ 2 കാനൺ നിയമങ്ങൾക്കും പ്രസക്തി നഷ്ടപ്പെടും. കാരണം കാനൺ നിയമം അനുസരിച്ചുള്ള നടപടികളൊന്നും തന്നെ എറണാകുളത്ത് നടപ്പാവുന്നില്ല. കാനൺ നിയമം അനുസരിച്ചുള്ള ഒരു കാര്യവും നടപ്പാവുന്നില്ല. കാനൺ നിയമം കടലിലേറിയോ എന്നാണ് വട്ടവെളിച്ചം പറഞ്ഞത്. അപ്പോൾ ഈ 2 ലത്തീൻ സഭയുടെ കാനൺ നിയമവും പൗരത്വ സഭകളുടെ കാനൺ നിയമവും അപ്രസക്തമാകും. 8, എറണാകുളത്ത് തന്നെ ആരെ മെത്രാനായി നിയമിക്കണം, ആരെ വേണ്ടെന്നെല്ലാം നിശ്ചയിക്കുന്നത് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരുമാകും. അവരാണ് തീരുമാനിക്കുക. മാർപ്പാപ്പയ്ക്കോ പൗരത്വ സ്ത്രീസംഘത്തിനോ മെത്രാൻ സിനഡിനോ മേജർ ആർച്ച് ബിഷപ്പിനോ അതിൽ റോൾ ഉണ്ടാവില്ല. ഇപ്പം എറണാകുളത്ത് അങ്ങനെയല്ല നടക്കുന്നത്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കാം, ഞങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു പാരമ്പര്യമുണ്ട്, അത് നിങ്ങൾ അനുവദിച്ചു തരിക. അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദ്യരും ആത്മായ മുന്നേറ്റക്കാരും എന്ത് പറയുന്നുവോ അതിന് താഴെ ഒപ്പിട്ട് കൊടുക്കുന്ന റബ്ബർ സ്റ്റാമ്പായിട്ട് മാറും മാർപ്പാപ്പയും പൗരത്വ സ്ത്രീസംഘവും മേജർ ആർച്ച് ബിഷപ്പും മെത്രാൻ സിനഡും. അതിൻ്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 9, കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് വിലയില്ലെന്ന് വരും. ഈ എന്താണ് മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്ന് ചോദിച്ചപ്പോൾ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അപ്രമാദിത്വം എന്നുള്ളത് എല്ലാ പ്രബോധനങ്ങളും അപ്രമാദിത്വം കീഴിൽ വരുന്നതല്ല. ചാക്രിക ലേഖനങ്ങൾ പോലും അപ്രമാദിത്വം കീഴിലല്ല. അപ്രമാദിത്വം കീഴിൽ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് വളരെ ചുരുക്കമാണ്. എന്തിനാണ് ഈ അപ്രമാദിത്വം, മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്ന് പറയണേ? മാർപ്പാപ്പയുടെ എല്ലാ ആഹ്വാനമൊന്നും അപ്രമാദിത്വം കീഴിലല്ല. പിന്നെ എന്തിനാണ് ഈ അപ്രമാദിത്വം എന്ന് പറയണത്? അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ ഒരു അധികാരി വേണ്ടേ? ഏത് സമുദായത്തിനും വേണ്ടേ അന്തിമ വിധി കൽപ്പിക്കാൻ ഒരു അധികാരി? അതിലാണ് ഈ അപ്രമാദിത്വം എന്ന് പറയുന്നത്.
നമ്മൾ സാധാരണ സ്പോർട്സൊക്കെ നടക്കുമ്പോൾ പറയില്ലേ, ജഡ്ജിമാരുടെ വിധി അന്തിമമായിരിക്കും. ജഡ്ജിമാരുടെ വിധി അന്തിമമായിരിക്കും, അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഈ കളിക്കളത്തിൽ ഫുട്ബോളോ മറ്റോ കളിക്കുമ്പോൾ അല്ലേ, ജഡ്ജി അതായത് റഫറി പറയുന്ന തീരുമാനം അന്തിമമാണ്. ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അവരെ മാറ്റിയിട്ടുണ്ട്, പക്ഷേ ആ തീരുമാനം അന്തിമമാണ്. എന്ന് പറഞ്ഞാൽ അന്തിമ തീരുമാനം കൽപ്പിക്കാൻ ഒരു അധികാരി എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ അപ്രമാദിത്വത്തെക്കുറിച്ച് പറഞ്ഞത്. ഇവിടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ 4 പ്രാവശ്യം, അതിനു മുമ്പ് ബെനഡിക്ട് മാർപ്പാപ്പയും അതിനു മുമ്പ് ജോൺ പോൾ രണ്ടാമനും അതിനു മുമ്പ് ലിയോ 13 കഴിഞ്ഞ നൂറ്റാണ്ടിൽ അപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു അന്തിമ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ആ തീർപ്പ് കൽപ്പിച്ചതിന് വിലയില്ലെന്ന് വരും. കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് വിലയില്ലെന്ന് വരും. ഇനി മാർപ്പാപ്പ കൽപ്പിച്ചാലും കൽപ്പിച്ചില്ലെങ്കിലും അക്രമമാർഗം അവലംബിച്ച് അത് പാലിക്കാതിരുന്ന് മാർപ്പാപ്പയെ തിരുത്താൻ പലരും തുനിയും. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എത്ര ദോഷമേറി കീഴ്വഴക്കമായിരിക്കും ഇത്. അതിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപത തന്നെ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഒരു സഭയാകാതെ പോകില്ലേ, മാറിപ്പോകില്ലേ? അന്തിമ തീരുമാനം എടുക്കാനുള്ള പത്രോസിന്റെ പിൻഗാമിയുടെ അധികാരത്തെ തന്നെയാണ് എറണാകുളം അങ്കമാലി ചോദ്യം ചെയ്യുന്നത്. മാർപ്പാപ്പയെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ഒരു കത്തോലിക്ക സഭയിലാകുമോ? ഇവിടെ ഞാൻ ഒരല്പം ദൈവശാസ്ത്രം പറയാൻ ആഗ്രഹിക്കുക. ഈ ഹൈറാർക്കി എന്ന വാക്കിന്, ഹൈറാർക്കി പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് വിശുദ്ധമായ ആധിപത്യം, എ സൈക്രഡ് ഡൊമീനിയൻ എന്നാണ്. അതല്ല അതിനർത്ഥം. സഭയിലെ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാപ്പൊലീത്തമാര്, മെത്രാന്മാർ, വൈദികർ, അങ്ങനെ ഒരു ആധിപത്യം. എന്നിട്ട് മാർപ്പാപ്പയുടെ അപ്രമാദിത്വം, ആധിപത്യം, മെത്രാന്മാരുടെ ആധിപത്യം, വൈദികരുടെ ആധിപത്യം, അങ്ങനൊരു വിശുദ്ധമായ ആധിപത്യ പ്രവണത, അധികാര പ്രമത്തത, അങ്ങനെയൊക്കെയാണ് ഹൈറാർക്കിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട് താനും. പക്ഷെ അതല്ല അതിന് ശരിക്കുള്ള അർത്ഥം. ഈ ഹൈറാർക്കി എന്ന വാക്കിന് ശരിക്കുള്ള അർത്ഥം വിശുദ്ധമായ ഉത്ഭവം എന്നാണ്. വിശുദ്ധമായ ഉത്ഭവം, സേക്രഡ് ഒറിജിൻ. ഹിയേറോസ് അല്ലെ, ആർഹേ, ഹിയേറോസ് ആർഹേ. ഹിയേറോസ് എന്ന് വെച്ചാൽ പുരോഹിതൻ എന്ന വാക്കർത്ഥമുണ്ട്, വിശുദ്ധമായ വിശുദ്ധി. അപ്പോൾ വിശുദ്ധമായ ഉത്ഭവം എന്നാണ് ഹൈറാർക്കി എന്ന വാക്കിനർത്ഥം. ഈ വിശുദ്ധമായ ഉത്ഭവം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്ന് ഉത്ഭവിച്ചതല്ല, ജനാധിപത്യ പ്രക്രിയയിലൂടെ നേടിയെടുക്കുന്ന ഒരു ആധിപത്യമല്ല, ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സഭയിലെ ഉദ്യോഗമെന്നാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു മെത്രാൻ സ്ഥാനം തൊഴിൽ വ്യവസ്ഥയായി കരുതപ്പെടുന്നതിന് കാരണം എന്താണ്? ഇല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു കൊടുത്ത്, ഇല്ലേ, പലപ്പോഴും അതായത് വിശുദ്ധമായ ആധിപത്യമാണ് ഈ ഹൈറാർക്കി എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് മെത്രാൻ സ്ഥാനത്തെയും വൈദിക സ്ഥാനത്തേക്കും തൊഴിലായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലല്ലാതെ മെത്രാന്മാരുടെ പേര് നിർദ്ദേശിക്കപ്പെടുന്നത്, ചിലപ്പോൾ വൈദികർക്ക് പട്ടം കൊടുക്കുന്നത്. അതിനെല്ലാം കാരണം വിശുദ്ധമായ ആധിപത്യമാണ് ഹൈറാർക്കി എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഈ വൈദികരുടെ മനോഭാവം പാപകരമായി ക്ലെരിക്കലിസം, പാപകരമായി പൗരോഹിത്യ മേധാവിത്വം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ പറഞ്ഞ സംഗതിയാണ്. അതായത് ഹൈറാർക്കി തെറ്റിദ്ധരിക്കുക. ഞാൻ ഒന്നുകൂടി പറയാം. ഹൈറാർക്കി എന്നതിന് വിശുദ്ധമായ ഉത്ഭവം എന്നാണ് അർത്ഥം. വിശുദ്ധമായ ഉത്ഭവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്ഭവം എന്നാണ്. വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്ഭവം, അതായത് മനുഷ്യരിൽ നിന്നല്ല, ജനാധിപത്യ പ്രക്രിയയിൽ നേടിയെടുക്കുന്ന ആധിപത്യമല്ല, ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സഭയിലെ ഉദ്യോഗം. ആ വിശുദ്ധമായ ഉത്ഭവം വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്ഭവമാണ്. കൂദാശകളുടെ വിശുദ്ധ ക്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഉത്ഭവം എന്നാണ് അർത്ഥം. അതായത് സഭയിലെ ഉദ്യോഗം മനുഷ്യരിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല, ജനാധിപത്യ പ്രക്രിയയിലൂടെ നേടിയെടുക്കുന്ന ആധിപത്യമല്ല, ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം. 2, വിശുദ്ധമായ ഉത്ഭവം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്ഭവമാണ്. വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉത്ഭവം. 3, അതിനർത്ഥം കൂദാശകളുടെ വിശുദ്ധ ക്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. കൂദാശകൾ വിശുദ്ധ ക്രമത്തിലേക്ക്, അല്ലാതെ അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനമെന്നല്ല. അധികാര കേന്ദ്രങ്ങൾക്ക് പ്രവേശനമെന്നല്ല, ക്രിസ്തുവിനെ അനുസരിക്കാമെന്ന വിശുദ്ധ ക്രമത്തിലേക്കുള്ള പ്രവേശനമാണ്. ക്രിസ്തുവിനെ അനുസരിക്കാമെന്ന, അതാണ് വിശുദ്ധ ക്രമം. അതിലേക്കുള്ള പ്രവേശനമാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ അനുസരിക്കുന്നവരുടെ ഗണത്തിൽ ചേർന്ന് ക്രിസ്തുവിനോട് കെട്ടപ്പെടുന്നതാണ് ഹൈറാർക്കി. ക്രിസ്തുവിനെ അനുസരിക്കുന്നവരുടെ ഗണത്തിൽ, സമുദായത്തിൽ ചേർന്ന് ക്രിസ്തുവിനോട് കെട്ടപ്പെടുന്നതാണ് ഈ ഹൈറാർക്കി എന്ന് പറയുന്നത്.
ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന്റെ കാവൽക്കാരനാണ് മാർപ്പാപ്പ. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന്റെ കാവൽക്കാരൻ. അദ്ദേഹത്തിന് തോന്നിയാസം പോലെ ഭരണം നടത്താൻ കഴിയില്ല. ക്രിസ്തുവിനോടും സഭയോടുമുള്ള അനുസരണത്തിലേക്ക് എല്ലാവരെയും നയിക്കുകയാണ് മാർപ്പാപ്പയുടെ ചുമതല. ക്രിസ്തുവിനോടും സഭയോടുമുള്ള അനുസരണത്തിലേക്ക് എല്ലാവരെയും നയിക്കുകയാണ് മാർപ്പാപ്പയുടെ ചുമതല. ആ ചുമതലയെ തന്നെ വിശുദ്ധമായ ക്രമത്തെ തന്നെ വെല്ലുവിളിക്കുകയാണ് വിമത വൈദികര്. അതിനാൽ അവർക്ക് കത്തോലിക്ക സഭയിൽ ആയിരിക്കാൻ തന്നെ കഴിയില്ല. ഈ ജനാഭിമുഖ കുർബാന ചൊല്ലരുതെന്നും ഏകീകൃത കുർബാനയെ ചൊല്ലാവൂ എന്നും അനുസരണത്തെ പ്രതി നിങ്ങൾ അനുസരിക്കണമെന്നും മാർപ്പാപ്പ പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് ചെയ്യാതെ അത് ലംഘിച്ചുകൊണ്ട് ഇപ്പൊ ജനാഭിമുഖ കുർബാന അനുവദിച്ചാൽ ഈ വിശുദ്ധമായ ഉത്ഭവത്തെ തന്നെ നിരാകരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അത് കർത്താവ് സ്ഥാപിച്ച കർത്താവിൽ നിന്ന് വരുന്ന ആ കൂദാശകളുടെ ക്രമത്തെ, ക്രിസ്തുവിനോട് കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന്റെ അവസ്ഥയെ ഖണ്ഡിക്കുകയായിരിക്കും. അത് വളരെ ഗൗരവമായ കുറ്റകൃത്യമല്ലേ? പത്താമത്തെ കാര്യം, മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന് ഇപ്പോഴും അവർ പ്രചരിപ്പിക്കുക. ഇപ്പോഴും വിമത വൈദികര് ഏകന്യൂസിൽ വന്നിട്ട്, എന്നിട്ട് സീറോ മലബാർ സഭയുടെ സഭാ നേതൃത്വം അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നു. മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന് സ്ഥിരമായി പ്രചരിപ്പിക്കുകയാണ് വിമത വൈദികര്. അത് കേട്ടിട്ട് സീറോ മലബാർ സഭയുടെ നേതൃത്വം മിണ്ടാതിരിക്കുന്നു. ഇരുകൂട്ടരും വിമത വൈദികരും സഭാ നേതൃത്വവും ശീഷ്മയിലാണെന്ന് ഞാൻ പറയുന്നുള്ള കാരണം അതാണ്. ഈ ഏകൻ ന്യൂസിലൂടെയും അല്ലാതെയും വിമത വൈദികർ മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ യാതൊരു പള്ളിക്കുറ്റവും ചുമത്താതെ അത് കേട്ട് മിണ്ടാതിരിക്കുന്ന സഭാ നേതൃത്വം ശീഷ്മയിലാണ്. അവർക്കുള്ള വഴി പുറത്തോട്ടാണ്. എപ്പോൾ സംഭവിക്കുമെന്ന് അത് വത്തിക്കാൻ തീരുമാനിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക. ഹൈറാർക്കി വിശുദ്ധ ഉത്ഭവം എന്ന് പറഞ്ഞല്ലോ. ഈ വിശുദ്ധ ഉത്ഭവം എന്ന കാര്യത്തിൽ വിശുദ്ധ ഉത്ഭവം അതിൽ 3 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. വേറെ 3 കാര്യങ്ങൾ കൂടിയുണ്ട്. അതിപ്പോൾ ഞാൻ സൂചിപ്പിക്കാം. 3 ഉടമ്പടികൾ ഉൾക്കൊള്ളുന്നതാണ് ഹൈറാർക്കി. 3 ഉടമ്പടികൾ, അല്ലെങ്കിൽ ഒരു കരാറെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സമ്മതം. ക്രിസ്തുവിനോടും ക്രിസ്തു സഭയിൽ നൽകിയിരിക്കുന്ന വിശുദ്ധ ക്രമത്തോടും വിധേയപ്പെടുന്ന ഉടമ്പടിയാണ് ഒന്നാമത്തേത്. ക്രിസ്തുവിനോടും ക്രിസ്തു സഭയിൽ നൽകിയിരിക്കുന്ന വിശുദ്ധ ക്രമത്തോടും, അത് കൂദാശകളുടെ ക്രമമാണ്, അതിനോട് വിധേയപ്പെടാമെന്നാണ്. ആ കൂദാശകളുടെ ക്രമത്തിൽ മാർപ്പാപ്പയ്ക്ക് താഴെ മെത്രാന്മാർക്ക് താഴെ വൈദികര്, ആ ക്രമത്തോട് വിധേയപ്പെടാമെന്ന ഒരു ഉടമ്പടിയാണ് ഹൈറാർക്കി. 2, സഭയോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഇടയന്മാരോടുള്ള അനുസരണമാണ്. അത് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റാ. സഭയോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഇടയന്മാരോട്. സഭയോട് ഐക്യപ്പെടാത്ത ഇടയന്മാരുണ്ട്, അവരനുസരിക്കരുത്. സഭയോട് സീറോ മലബാർ സഭയോട് ഐക്യപ്പെട്ടിരിക്കുന്ന, കത്തോലിക്ക സഭയോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഇടയന്മാരോടുള്ള അനുസരണം, അതാണ് 2ാമത്തെ ഉടമ്പടി. 3, സത്യവിശ്വാസികളോടുള്ള പ്രതിബദ്ധത എന്ന ഉടമ്പടി. അതായത് സത്യവിശ്വാസികളുടെ പ്രതിബദ്ധതയുള്ളവരായിരിക്കാം എന്ന ഉടമ്പടി. നോക്കൂ, സത്യവിശ്വാസികളോട്, അൽമായരോട് പ്രതിബദ്ധതയുള്ളതായിരിക്കാം. മാർപ്പാപ്പയോ ക്രിസ്തുവിനോട് പ്രതിബദ്ധത പോലെ ദൈവജനത്തോട് പ്രതിബദ്ധത. ഹൈറാർക്കി മുകളിൽ നിന്ന് അടിയിലേക്ക് മാത്രമല്ല, അടിയിൽ നിന്ന് മുകളിലേക്കുമുണ്ട്. വൈദികര്, മെത്രാന്മാര് ദൈവജനത്തോട് വിശ്വസ്തരായിരിക്കാമെന്നും പ്രതിബദ്ധതയുള്ളവരായിരിക്കാമെന്നും ഉടമ്പടി ചെയ്യുകയാണ് ഹൈറാർക്കിയിൽ. ക്രിസ്തുവിനോടും അവന്റെ സഭയോടും പ്രതിബദ്ധതയുള്ളതുപോലെ, അനുസരണമുള്ളതുപോലെ ദൈവജനത്തോട് പ്രതിബദ്ധതയും അനുസരണവും. അപ്പൊ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത് മാത്രമല്ല, അടിയിൽ നിന്ന് മുകളോട്ട് പോകുന്നതുമാണ്. ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദൈവജനത്തോട് അവിടുത്തെ ബഹുഭൂരിപക്ഷം പേരും സൈലന്റാന്ന് കരുതിയിട്ട് അവര് വിമത വൈദികരുടെ കൂടെയല്ല, മാർപ്പാപ്പയ്ക്ക് എതിരല്ല. അപ്പോൾ അവരോട് പ്രതിബദ്ധതയില്ലാത്ത വൈദികരാണ് അവിടെ. അപ്പൊ അവരോട് ഈ ഹൈറാർക്കിക്ക് ഭംഗം വരും ഈ ജനാഭിമുഖ കുർബാന അനുവദിച്ചു കൊടുത്താൽ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിലുള്ളവരും വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും മാർപ്പാപ്പയോടോ ദൈവജനത്തോടോ വിധേയത്വമില്ലാത്തവരാണ്, പ്രതിബദ്ധതയില്ലാത്തവരാണ്. അതിനാൽ അവർ ഹൈറാർക്കിയിൽ നിന്ന് പുറത്താണ്, വിശുദ്ധമായ ഉത്ഭവത്തോട് ബന്ധമില്ലാത്തവരാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ അത്? അടുത്തൊരു പ്രശ്നം, ഈ ജനാഭിമുഖം അനുവദിച്ചാൽ പൗരത്വ തിരുസംഘം എന്ന കാര്യാലയത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടും. അതിന് നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ആ പൗരത്വ തിരുസംഘത്തിന്റെ മുമ്പത്തെ തലവന്റെ കോലം കത്തിക്കുക, ഇപ്പോഴത്തെ തലവനെതിരെ ലൈംഗിക ആരോപണം ഉയർത്തുക. അങ്ങനെ വളരെ ക്രൂരമായ രീതികളാണ് വിമത വൈദികരും അവർ പിന്തുണയ്ക്കുന്ന സഭാ നേതൃത്വവും ചെയ്യുന്നത്. പൗരത്വ തിരുസംഘം എന്ന ആ കാര്യാലയം തന്നെ അപ്രസക്തമാകും. തീർന്നില്ല.
ഈ വത്തിക്കാൻ സുഗനോദസിന്റെ ഡോക്യുമെന്റിൽ പൗരത്യ സഭകളെ കുറിച്ചുള്ള ഡോക്യുമെന്റ് എന്നുണ്ട്. അതിൽ ആ പൗരത്യ സഭകൾ എന്ന് പറയുന്ന സഭകളിൽ സീറോ മലബാർ സഭ ഉണ്ടാകില്ല ഈ ജനാഭിമുഖം അനുവദിച്ചാൽ. അങ്ങനെയാണ് സംഭവിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ മാർപ്പാപ്പ, പൗരത്യ തിരുസംഘം, പൗരത്യ സഭകൾ ഇതെല്ലാം ഒരുമിച്ച് കിടക്കുന്നതാണ്. അതായത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ഒന്ന് നശിപ്പിച്ചാൽ എല്ലാം നശിപ്പിക്കപ്പെടുന്നതിന് തുല്യമാകും. തീർന്നില്ല. 13-12 സീറോ മലബാർ സഭയുടെ സിനഡ് തന്നെ പിരിച്ചുവിടേണ്ടി വരും. ആ സുഗനോദോസിന്റെ തീരുമാനത്തിന് വിലയില്ലെന്ന് വരും. തീരുമാനമെടുത്താലും സമ്മർദ്ദങ്ങൾക്ക് വഴി തീരുമാനം വിഴുങ്ങുന്ന, തീരുമാനം മാറ്റുന്ന അവസ്ഥയുണ്ടാകും. ഒരു സഭയ്ക്കും ഭൂഷണമല്ല അത്. 13 സീറോ മലബാർ സഭയുടെ ആസ്ഥാനം എറണാകുളം അങ്കമാലിൽ നിന്ന് മാറ്റേണ്ടി വരും ജനാഭിമുഖ കുർബാന അനുവദിച്ചാൽ. കാരണം സീറോ മലബാർ സഭയുടെ 35 രൂപതയിൽ 34 രൂപതകളിലും ഏകീകൃത കുർബാനയാണ്. ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു ഏകീകരണം തന്റെ പ്രക്രിയയിലാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഏകീകരണം വരാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഒറ്റയടിക്ക് പറ്റില്ലല്ലോ. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരും. നമ്മൾ വർഷങ്ങൾ 1400 വർഷങ്ങളോളം, 400 അല്ല അതിനേക്കാൾ ഏറെ വർഷങ്ങളോളം നമുക്ക് നമ്മുടെ തനിമ നഷ്ടപ്പെട്ടതാണ്, സ്വത്ത് നഷ്ടപ്പെട്ടതാണ്. അത് തിരിച്ചു പിടിക്കാനും ചിലപ്പോൾ അത്ര വർഷങ്ങൾ എടുക്കും. അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഇസ്രായേൽ പോലെ ഒരു രാജ്യമായിട്ട് മാറണം. ഇസ്രായേൽ 70 വർഷം കൊണ്ട് അത് തിരിച്ചെടുത്തു. നമുക്ക് 70 വർഷം ആയിട്ടില്ല ഇല്ലേ? നമുക്ക് ഇതൊക്കെ ഒന്ന് വന്ന് തുടങ്ങി. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ബാലാരിഷ്ടതകളുണ്ട്. പിന്നെ ഈ ഇസ്രായേലിനെ പോലെ അങ്ങനത്തെ ഒരു സ്ട്രോങ് നേതൃത്വം നമുക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയാണ് ഈ പ്രക്രിയ. എങ്കിലും ആ പ്രക്രിയയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർത്തും മോശമൊന്നുമല്ല കാര്യങ്ങൾ. സീറോ മലബാർ സഭയിലെ കാര്യങ്ങൾ തീർത്തും മോശമൊന്നുമല്ല. ഈ 35 രൂപതയിലും 34 രൂപതയിലും തത്വത്തിലെങ്കിലും നടപ്പായില്ലോ. അതൊരു ചെറിയ കാര്യമാണോ? ലത്തീൻ സഭയിൽ ഈ തെറ്റായി ഉത്ഭവിച്ച ജനാഭിമുഖം ലത്തീൻ ദൈവോന്മുഖമാക്കി നോക്കുക, ലോകം മുഴുവൻ കത്തും. അതുകൊണ്ടാണ് മാർപ്പാപ്പമാർ അത് ചെയ്യാൻ മടിക്കുന്നത്. കാരണം മെത്രാന്മാർക്കും വൈദികർക്കും ഈ സഭാ പാരമ്പര്യത്തെക്കുറിച്ചോ ദൈവശാസ്ത്രത്തെക്കുറിച്ചോ വിവരമില്ല. കുറേ പേർക്ക് വിവരമുണ്ടെങ്കിലും അത് പ്രയോഗത്തിൽ വരുത്താൻ താല്പര്യമില്ല. ഇതുകൊണ്ടാണ് ലത്തീൻ സഭയിലും ഈ ദൈവോന്മുഖ കുർബാന ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാർപ്പാപ്പമാർ മടിക്കുന്നത്. എനിവേ, സീറോ മലബാർ സഭയുടെ ആസ്ഥാനം എറണാകുളം അങ്കമാലിൽ നിന്ന് മാറ്റേണ്ടി വരും. കാരണം സീറോ മലബാർ സഭയിൽ പൊതുവായ രീതി ഏകീകൃത കുർബാനയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ജനാഭിമുഖം കൊടുക്കുകയാണെങ്കിൽ അത് സീറോ മലബാർ സഭയുടെ രീതി ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനം എറണാകുളം അങ്കമാലിയിലാകാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും വരില്ല. അപ്പോൾ ഈ സീറോ മലബാർ സഭയുടെ അടിസ്ഥാന ലിറ്റർജിക്കൽ പാരമ്പര്യം പാലിക്കാത്ത അതിരൂപത എങ്ങനെയാണ് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമാകുക? അതാണ് ഒരു പ്രശ്നം. ഇനി അടുത്ത 14ാമത്തെ പ്രശ്നം, ജനാഭിമുഖ കുർബാന അനുവദിച്ചാൽ പിന്നെ സുറിയാനി സഭയിൽ അല്പമെങ്കിലും നിലനിൽക്കുന്ന സുറിയാനി പാരമ്പര്യങ്ങൾ, അതായത് കൽദായ സുറിയാനി എന്ന് പറയുന്ന, പൗരത്യ സുറിയാനി എന്ന് പറയുന്ന ആ സഭയുടെ പാരമ്പര്യങ്ങൾ അന്യം നിന്ന് പോകും. ജെറൂസലമിൽ കർത്താവ് ആരംഭിച്ച അരാമിയ പാരമ്പര്യത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് പൗരത്യ സുറിയാനി. കർത്താവ് ഈശോ സംസാരിച്ച ഭാഷ അരാമിയ, അതിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു ഭാഷയാണ് പൗരത്യ സുറിയാനി. അപ്പോൾ ആ പൗരത്യ സുറിയാനി സഭയുടെ തനതായ പാരമ്പര്യങ്ങൾ തമ്മിൽ ഇല്ലാതാകുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുമായിട്ട് ബന്ധിപ്പിക്കുന്ന നമ്മുടെ വേരുകൾ തന്നെ അറുത്തു മാറ്റിയായിരിക്കും. അരാമിയ ഭാഷയിൽ സംസാരിച്ച കർത്താവ് ഈശോ മിശിഹ, ആ കർത്താവ് ഈശോ മിശിഹയുടെ ഭാഷയോട് വളരെ അടുത്ത് കിടക്കുന്ന പൗരസ്ത്യ സുറിയാനി ഭാഷ, ആ ഭാഷയിലാണ് നമ്മുടെ കുർബാന. ആ ഭാഷയിൽ ആ പാരമ്പര്യങ്ങൾ, അതെല്ലാം ജെറൂസലമിൽ ആരംഭിച്ച പാരമ്പര്യം വളരെ ചേർന്ന് പോകുന്നതാണ്. അതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വേരുകൾ നമ്മൾ അറുത്തു മാറ്റുകയായിരിക്കും ചെയ്യുക. വാസ്തവത്തിൽ നമ്മുടെ സുറിയാനി സഭ എന്താണെന്നും ആ സുറിയാനി സഭയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമേ ഉണ്ടാകുമായിരുന്നില്ല. ഇത് നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങൾ എന്താണെന്ന് അറിയാതെ, അതിൻ്റെ തനത് സ്വത്വം അറിയാതെ, കേവലം കുറച്ച് ആളുകൾക്ക് മുമ്പ് അനധികൃതമായി വത്തിക്കാനെ കബളിപ്പിച്ച് നടത്തിയതാണ് ഞങ്ങളുടെ പാരമ്പര്യമെന്ന് ഊറ്റം കൊള്ളുന്ന ആ തെറ്റിലാണ് ആ വഞ്ചനയിലും കബളിപ്പിക്കലാണ് അവർ അഭിമാനം കൊള്ളുന്നത്. സീറോ മലബാർ സഭയുടെ തനത് പാരമ്പര്യത്തിലല്ല. അത് ആ പാരമ്പര്യമാകട്ടെ കർത്താവ് ഈശോ മിശിഹായോട് നേരിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ സ്വന്തം സഭയിൽ അഭിമാനം കൊള്ളാൻ പറ്റാത്തവര് അയൽപ്പക്കത്തെ സ്വന്തം അമ്മയുടെ ഭംഗി കാണാതെ, സൗന്ദര്യം കാണാതെ അയൽപ്പക്കത്തെ സ്ത്രീയുടെ സൗന്ദര്യം വർണ്ണിക്കുന്നതാണ് വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ചെയ്യുന്നത്. അതാണ് ചെയ്യുന്നത്. അതിന് വകവെച്ച് കൊടുത്താൽ, ഈ സഭാ തലപ്പത്തിരിക്കുന്ന ഒരു വകവെച്ച് കൊടുത്താൽ അവർക്കും സ്വന്തം സഭയുടെ പാരമ്പര്യങ്ങളോ വിശുദ്ധമായ സംഗതികളോ ഉത്ഭവമോ ഈ യേശുക്രിസ്തുവുമായിട്ട് അടുത്തു വരുന്ന ആ വേരുകളുടെ പ്രസക്തിയോ ഒന്നും മനസ്സിലാകുന്നില്ലെന്നർത്ഥം.
ഇതൊരു പ്രായോഗികതയുടെ പ്രശ്നം മാത്രമല്ലല്ലോ, ഇതൊരു വേരറുത്ത് കളയുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് തിരിച്ചറിയാൻ പറ്റാത്തത് അവർ പഠിക്കാൻ തയ്യാറാകത്തൻ്റെ തുറന്ന ഹൃദയത്തോടെ പഠിക്കാൻ തയ്യാറല്ല. മാണിപ്പറമ്പിൽ വീഡിയോസ് കണ്ടാൽ പോലും അൽമായർ കുറേ പേര് മാനസാന്തരപ്പെട്ടത് അങ്ങനെയാണ്. ഈ വിമത വൈദ്യർ എന്ന് പറയുന്ന ഒരു അൽമായ മുന്നേറ്റക്കാരും ശരിക്കും കണ്ടു നോക്കൂ, ഒരു മുൻവിധി ഇല്ലാതെ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് മാനസാന്തരം വരും. ഈ പ്രായോഗികതയുടെ പേരിൽ സ്വന്തം വേരുതന് അറുത്ത് മാറ്റം തുല്യമായിരിക്കും ഈ ജനാഭിമുഖം അനുവദിച്ചാൽ. അത് അനുവദിക്കാൻ സഭയ്ക്ക് കഴിയുമോ? ഇതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ സുനോദോസും സകല മാർപ്പാപ്പന്മാരും പൗരത്വ സഭകളുടെ ലിറ്റർജി വീണ്ടെടുക്കണമെന്ന് ശക്തമായ നിലപാടെടുക്കുന്നത്. രണ്ടാം വത്തിക്കാൻ സുനോദോസ് തുടങ്ങുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1894 ലിയോ 13 പിന്നെ രണ്ടാം വത്തിക്കാൻ സുനോദോസിൽ, പിന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, പിന്നെ ബെനഡിക്ട് മാർപ്പാപ്പ, പിന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇപ്പൊ ലിയോ 14. ഈ രണ്ടാം വത്തിക്കാൻ സുനോദോസ് പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ ഒന്ന് സൂചിപ്പിക്കുക. മിശിഹായുടെ നിഗൂഢ ശരീരവും വിശുദ്ധവും കാതോലികവുമായ തിരുസഭ ഒരേ വിശ്വാസത്തിലും ഒരേ കൂതാശകളാലും ഒരേ വിശുദ്ധ ഭരണത്താലും അഥവാ ഉത്ഭവത്താലും, ഹൈറാർക്കി എന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിൽ ഒരേ ശരീരത്തിലെ അവയവങ്ങൾ എന്ന പോലെ സംയോജിപ്പിക്കപ്പെട്ട് ഭരണക്രമത്താൽ, അവിടെ ഹൈറാർക്കി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടും രണ്ടർത്ഥത്തിലാണ്. വിവിധ സമൂഹങ്ങളായി സംഘടിപ്പിക്കപ്പെട്ട വ്യക്തിഗത സഭകൾ അഥവാ റീത്തുകളായി തീർന്നിരിക്കുന്ന വിശ്വാസികളുടെ ഗണമാണ്. ഇവ തമ്മിൽ വിസ്മയകരമായ സംസർഗം നിലനിൽക്കുന്നു. അങ്ങനെ സഭയിലെ വൈവിധ്യം സഭയിലെ ഐക്യതയെ ഹനിക്കുകയല്ല, പ്രത്യേകത അതിനെ കൂടുതൽ സ്പഷ്ടമാക്കുകയാണ്. ഓരോ വ്യക്തിഗത സഭയുടെയും പാരമ്പര്യങ്ങൾ ഭദ്രമായും അഭംഗുരമായും നിലനിൽക്കണമെന്നതാണ് കത്തോലിക്ക സഭയുടെ ലക്ഷ്യം. അതായത് നമ്മുടെ കർത്താവ് വിശ്വസിച്ച പൗലോസ്ലീഹ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, മിശിഹ തലയാണ്, നമ്മളതിന് ശരീരമാണ്, സഭ അതിന് ശരീരമാണ്. ഈ സഭ എന്ന ശരീരത്തിൽ വ്യക്തികളെ ഇല്ലേ, വ്യതിരിക്തമായ ആളുകളുള്ളതുപോലെ വ്യക്തിഗതമായ ആളുകൾ ഉള്ളതുപോലെ വ്യക്തിഗതമായ സഭകളുണ്ട്. അപ്പോൾ കണ്ണുണ്ട്, മൂക്കുണ്ട്, ഇല്ല ചെവിയുണ്ട്, വായുണ്ട്, കൈയുണ്ട്, എല്ലാം കൂടി ഒന്നായേ ശരിയാകുമോ? ഇല്ല. നമുക്ക് കണ്ണ് ഉണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, കൈയുണ്ട്, ഇതൊക്കെ വൈവിധ്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ഇവ തമ്മിലൊരു സംസർഗമില്ലേ? എൻ്റെ മനസ്സ് തീരുമാനിക്കുന്ന കൈ പൊക്കണം, അല്ലെ കൈ ഇങ്ങനെ പിടിക്കണം, അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ ഇവിടെ ഒരു ഐക്യതയുണ്ട്, വൈവിധ്യമുണ്ട്, ഐക്യതയുണ്ട്. ഇതാണ് കത്തോലിക്ക സഭ പറയുന്നത്. അതായത് വിവിധ സഭകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവശാസ്ത്രം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. വിവിധ സഭകൾ ഉണ്ടെങ്കിൽ അതിന് ആ വൈവിധ്യം അനൈക്യമല്ല, കാരണം ഒരു ശരീരത്തിൽ അവയവങ്ങളെ പോലെ സംയോജിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വിസ്മയകരമായ ഐക്യതയുണ്ടെന്നാണ് കത്തോലിക്ക സഭ പറയണേ. പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള ഡിക്രിയിൽ 2 ഞാൻ വായിച്ചത്. അത് എൻ്റെ പരിഭാഷ ക്യാമമാണോ എന്ന് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഇവിടെ ഒരു കാര്യത്തിൽ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ ഒരു കാര്യം ഇപ്പോഴും ഇരിങ്ങാലക്കുടയിലെ ആളുകൾ, തൃശ്ശൂർ, എറണാകുളം, അവിടെ ഇല്ലേ, ഞങ്ങൾ റോമൻ കത്തോലിക്കരാണെന്ന് പറയുക. അൽമായർ അച്ഛന്മാരും ഞങ്ങൾ റോമൻ കത്തോലിക്കർ, മറ്റൊരു ലത്തീൻ കത്തോലിക്കർ. ആര്? ഈ കൊല്ലം കടപ്പുറത്തും പിന്നെ കൊച്ചിയിലും വരാപ്പുഴയും കോട്ടപ്പുറത്തൊക്കെ ഉള്ളവർ, അവർ ലത്തീൻ കത്തോലിക്കർ, ഞങ്ങൾ റോമൻ കത്തോലിക്കർ. എന്തൊരു മണ്ടത്തരായി പറയണേ. റോമൻ കത്തോലിക്കർ തന്നെയല്ലേ ലത്തീൻ കത്തോലിക്കർ? റോമൻ കത്തോലിക്കരാണ് ലത്തീൻ കത്തോലിക്കർ. അവർ കുർബാനയ്ക്ക് ലത്തീൻ ഭാഷ ഉപയോഗിക്കുന്നത് ലത്തീൻ കത്തോലിക്കർ എന്ന് പറയണം. അതുതന്നെ റോമൻ കത്തോലിക്കർ. സീറോ മലബാർ സുറിയാനി കത്തോലിക്കരാണ്, പക്ഷെ സുറിയാനി കത്തോലിക്കരാണ്. ഈ സീറോ മലബാർ സഭ എന്നുള്ള വാക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. സീറോ എന്ന വാക്ക് പലരും എഴുതുന്നത് തന്നെ വട്ടപൂജ്യത്തിന് സീറോ എന്നാണ്, സീറോ അല്ലെങ്കിൽ സേറോ എന്നൊക്കെ എഴുതണേ. സിറിയക്ക് എന്ന് പറഞ്ഞ വാക്ക് ഇല്ലേ, സുറിയാനി, സീറോ മലബാർ സുറിയാനി. ആ സുറിയാനി മലബാർ സഭയാണ്, സുറിയാനി കത്തോലിക്ക സഭ എന്നാണ് എഴുതേണ്ടത്. സുറിയാനി കത്തോലിക്ക സഭ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പട്ടം കിട്ടിയ കാലത്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും കത്തുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വികാരിച്ചമാർക്ക് സിറിയൻ കാത്തലിക് ചർച്ച് എന്നാണ് ഞാൻ എഴുതിയിരുന്നത്. സുറിയാനി പള്ളിയിലേക്കാണെങ്കിൽ, ലത്തീൻ പള്ളിക്കാണെങ്കിൽ റോമൻ കാത്തലിക്. നിങ്ങൾക്ക് ആരെങ്കിലും കത്തുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെച്ചാൽ മനസ്സിലാകും. നോക്കിയാൽ ഞാൻ പറഞ്ഞു വന്നത്, കത്തോലിക്കരാണ് സീറോ മലബാർ സഭ, സുറിയാനി കത്തോലിക്കർ, അല്ലാണ്ട് റോമൻ കത്തോലിക്കരും ലത്തീൻ കത്തോലിക്കരും അല്ല. എന്ന് വെച്ചാൽ ഈ അടിസ്ഥാനപരമായ മതബോധനം പോലും എറണാകുളം, അങ്കമാലി, തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, വടക്കോട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ 3 രൂപതകളില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് ഇപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് റോമൻ കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ സുറിയാനിക്കാരനാണ്, സീറോ മലബാർ, മറ്റൊരു ലത്തീൻ കത്തോലിക്കരനാണ്. എന്തൊരു അജ്ഞതയാണിത്. ഇത് തിരുത്താനായിട്ട് സഭാ നേതൃത്വം പരിശ്രമിക്കണ്ടേ? എത്ര മതാധ്യാപകർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം അറിയാം. ഞാൻ ആവർത്തിക്കുകയാണ്, സീറോ മലബാർ സഭ കത്തോലിക്ക സഭയാണ്,
പക്ഷേ ലത്തീൻ കത്തോലിക്ക സഭയോ റോമൻ കത്തോലിക്ക സഭയോ അല്ല, സുറിയാനി കത്തോലിക്ക സഭയാണ്. മാർപ്പാപ്പയുടെ കീഴിലുള്ളതാണ്, പക്ഷെ സ്വയാധികാര സഭയാണ്. ഇത്രയും കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാതെ വരുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. ഈ ഒന്നായിരിക്കുക അല്ലേ, അതായത് ഒരു ദൈവം, ഒരു കർത്താവ്, ഒരേ വിശ്വാസം, ഒരേ കൂദാശകൾ, ഒരേ ഹയറാർക്കി, ഇതാണ് നമ്മൾ ഒന്നിപ്പിക്കുന്നത്. ഒരു ദൈവം, ഒരു കർത്താവ്, ഒരേ വിശ്വാസം, ഒരേ കൂദാശകൾ, ഒരേ ഹയറാർക്കി. ഒരേ ഹയറാർക്കിക്ക് ഞാൻ പറഞ്ഞു വിശുദ്ധമായ ഉത്ഭവം, അതുകൊണ്ട് വിശുദ്ധമായ ക്രമമുണ്ട്, വിശുദ്ധമായ അധികാര ശ്രേണിയുണ്ട്. ഇതാണ് എല്ലാ സഭകളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ. എന്നാൽ വൈവിധ്യം എന്ന് പറയുന്നത് ലിറ്റർജി, അതായത് കൂദാശകൾ, യാമപ്രാർത്ഥനകൾ തുടങ്ങിയവ, ആധ്യാത്മികത, ഭരണക്രമം, ദൈവശാസ്ത്രം എന്നിവയാണ്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഇപ്പം ലത്തീൻ സഭയിൽ ജപമാല, അല്ലേ, കരുണക്കൊന്ത, കുരിശിൻ്റെ വഴി, അങ്ങനെ പലതും ഉണ്ട്. ഇതൊക്കെ നല്ല ഭക്താഭ്യാസങ്ങളാണ്, നമുക്കതൊന്നും നിഷേധിക്കേണ്ട കാര്യമില്ല. ഞാൻ ദിവസവും കരുണക്കൊന്തയും കൊന്തയും ചൊല്ലുന്നവനാണ്. ഞാൻ തിരുവചന ജപമാല ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, അതിന് ഇംഗ്ലീഷ് ഉണ്ട്, അതിൻ്റെ പോളിഷ് ഭാഷയിൽ രണ്ട് തരത്തിലത് ഇറക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ജപമാല, തിരുവചന ജപമാല, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള തിരുവചന ജപമാല, അങ്ങനെ 4 പുസ്തകങ്ങൾ ഞാൻ ജപമാലയെക്കുറിച്ച് തന്നെയുണ്ട്. കുരിശിൻ്റെ വഴിയുടെ പുസ്തകം ഞാൻ ഇംഗ്ലീഷിലും പോളിഷിലും ഇറക്കിയിട്ടുണ്ട്. അത് 2 സെറ്റ്, ട്രഡീഷണൽ കുരിശിൻ്റെ വഴിയും പിന്നെ സ്ക്രിപ്ചറൽ കുരിശിൻ്റെ വഴിയും. ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് കുറച്ച് പേര്, ഞാൻ ഇപ്പം നാട്ടിലില്ലാത്തതുകൊണ്ട് അധികം പേര് ഉപയോഗിക്കുന്നില്ല, പക്ഷേ മറ്റ് ഭാഷകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുരിശിൻ്റെ വഴി ഞാൻ 3 ടെക്സ്റ്റ് ഇറക്കിയിട്ടുണ്ട്. 3 അല്ല 4 ഇല്ലേ, ട്രഡീഷണൽ, സ്ക്രിപ്ചറിൽ ഇംഗ്ലീഷിൽ 2, അതുപോലെ പോളിഷ് ഭാഷയിൽ 2. അപ്പോൾ ഇത് കുരിശിൻ്റെ വഴിക്ക് ഞാൻ അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ദൈവശാസ്ത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ തിരുവചന ജപമാല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ട്. ചിലപ്പോൾ 7, 8, 10 യാത്രയിലേക്കാണെങ്കിൽ 10 ജപമാല വരെ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ കരുണക്കൊന്ത പല പ്രാവശ്യം ചൊല്ലാറുണ്ട്, പല പ്രാവശ്യം കിടക്കാൻ പോകുന്നതിന് മുമ്പും അതിനു മുമ്പും കുർബാനയ്ക്ക് മുമ്പും ഒക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ ഇതൊന്നും തെറ്റല്ല, പക്ഷേ അതല്ല ക്രിസ്തീയ പാരമ്പര്യം, അതായത് സുറിയാനി പാരമ്പര്യം എന്ന് പറയുന്നത് അതല്ല. സുറിയാനിക്ക് അതിൻ്റെതായ വേറെ ആധ്യാത്മിക രീതികളുണ്ട്. സവിശേഷമായ യാമപ്രാർത്ഥനകൾ, 7 പ്രാവശ്യമുള്ള യാമപ്രാർത്ഥന, അങ്ങനെ ഒരു ഇപ്പം അതൊക്കെ നമുക്കറിയാമല്ലോ, നമുക്ക് മൊബൈൽ ഫോണിൽ കിട്ടും അതൊക്കെ. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നും ചൊല്ലാവുന്ന സംഗതിയുണ്ട്. ദൈവശാസ്ത്രത്തിൽ അന്തരമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും ഒന്നുകൂടി പറയാം, ലിറ്റർജി, കൂദാശകൾ, ലിറ്റർജി എന്ന് പറഞ്ഞാൽ കൂദാശകൾ, യാമപ്രാർത്ഥനകൾ, ആധ്യാത്മികത, ഭരണക്രമം. ഇപ്പോൾ ലത്തീൻ സഭയിൽ ഭരണക്രമം അല്ല സീറോ മലബാർ സഭയിൽ, വ്യത്യാസമുണ്ട്. പിന്നെ ദൈവശാസ്ത്രം, ഇങ്ങനെ പല കാര്യങ്ങളിലും ഓരോ സഭകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കണേ? എല്ലാം ഒന്ന് പോരെ? ഇതേ ചോദ്യം ആദിമസഭയിലുണ്ടായി. എന്തിനാണ് 4 സുവിശേഷങ്ങൾ? ഒരു സുവിശേഷം പോരെ? ഒരു ദൈവം, ഒരു കർത്താവ്, ഒരേ വിശ്വാസം, അപ്പോൾ ഒരു സുവിശേഷം പോരെ? ഇതൊരു അല്ലേ, അപ്പോൾ ആശയക്കുഴപ്പമുണ്ടാവില്ലല്ലോ. എന്തിനാണ് മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ ഇങ്ങനെ 4 സുവിശേഷങ്ങൾ? എന്തിനാണ്? ഒരു കർത്താവ്, ഒരു ദൈവം, ഒരു സുവിശേഷം, ഒരു സഭ, അത് പോരെ എന്നാണ് ചോദ്യമായിരുന്നത്. കേട്ടാൽ ഗംഭീരമാണ്, വളരെ ഗംഭീരം. നമ്മളിപ്പം ഈ ഒരൊറ്റ ഇന്ത്യ, ഒരു ഭാഷ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തോന്നും ശരിയുള്ള ഗംഭീരമാണല്ലോ. ഏത് ഭാഷയാണ്? മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, മറാഠി, ഗുജറാത്തി അല്ല, ഹിന്ദി. അവിടെയാണ് പ്രശ്നം. ഏത് ഭാഷയാണെന്ന പ്രശ്നം. ഒരു സഭ, ഏത് സഭ? ഒരു സുവിശേഷം, ഏത് സുവിശേഷം? മർക്കോസിന്റെ ആളുകൾ പറഞ്ഞു മർക്കോസാണ് ആദ്യം സുവിശേഷം എഴുതിയത്, അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷം സഭയുടെ സുവിശേഷം സ്വീകരിക്കണം, മറ്റത് പാടില്ല. മത്തായുടെ ആളുകൾ പറഞ്ഞു മർക്കോസൻ സുവിശേഷത്തിലുള്ള എല്ലാം തന്നെ 30 വാക്യങ്ങളൊഴികെ ബാക്കി എല്ലാം തന്നെ എൻ്റെ ഈ മത്തായുടെ സുവിശേഷത്തിലുണ്ട്. പ്ലസ് ഈശോമിശിഹായുടെ 5 വലിയ പ്രഭാഷണങ്ങളുണ്ട്, ഈശോയുടെ ജനനവും ബാല്യവും വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കേമം? മത്തായുടെ സുവിശേഷം അല്ലേ? അതുകൊണ്ട് മത്തായുടെ സുവിശേഷം വേണം, മർക്കോസ് വേണ്ട, ലൂക്ക വേണ്ട എന്നായി. ലൂക്കാസ് പറഞ്ഞു, ലൂക്കാസിൻ്റെ ആദ്യത്തെ 4 വചനങ്ങൾ വായിച്ചു വയ്ക്കാൻ, എല്ലാവരുടെയും ദൃക്സാക്ഷികളുടെ വിവരണങ്ങളൊക്കെ ഞാൻ കൃത്യമായി പഠിച്ചു, സൂക്ഷ്മമായി പഠിച്ചിട്ട് എല്ലാം ക്രമമായിട്ട് എഴുതിയിരിക്കുന്നത് ഞാനാണ്. രക്ഷാചരിത്രത്തിൻ്റെ ക്രമമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മത്തായും വേണ്ട, മർക്കോസും വേണ്ട, ലൂക്ക മതിനായി, ഒരു സുവിശേഷം മതി എന്നാണ്. ഇങ്ങനെ ഒരു വലിയ തർക്കം നടക്കുമ്പോഴാണ് യോഹന്നാൻ രംഗപ്രവേശം ചെയ്യണേ. യോഹന്നാൻ എന്താ പറഞ്ഞത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2 വചനങ്ങൾ ഞാൻ പറയുകയാണ്, 20, 30. ഈ പുസ്തകത്തിൽ എഴുതപ്പെടുത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. യോഹന്നാൻ 20, 30. 21, 25 യോഹന്നാൻ വീണ്ടും എഴുതാണ്, യേശു ചെയ്ത മറ്റ് പല കാര്യങ്ങളുമുണ്ട്, അവ ഓരോന്നായി എഴുതിയാൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈശോ ചെയ്ത മറ്റ് പല കാര്യങ്ങളുമുണ്ട്, അവ ഓരോന്നായി എഴുതിയാൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം?
എല്ലാ കാര്യങ്ങളും എൻ്റെ സുവിശേഷത്തിലില്ല, എല്ലാ കാര്യങ്ങളും മർക്കോസിലും ഇല്ല, മത്തായിലും ഇല്ല, ലൂക്കായിലും ഇല്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആർക്കും മുഴുവനായി എഴുതാൻ കഴിയില്ല. അങ്ങനെ എഴുതിയാൽ ഈ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിനാൽ ഒരു സുവിശേഷം പോരാ, 4 വേണം. മർക്കോസ് എല്ലാം എഴുതിയിട്ടില്ല, മത്തായി എല്ലാം എഴുതിയിട്ടില്ല, ലൂക്കാസ് എല്ലാം എഴുതിയിട്ടില്ല, ഞാനും എല്ലാം എഴുതിയിട്ടില്ല. യേശു എന്ന മഹാരഹസ്യത്തെ ഒരൊറ്റ സുവിശേഷത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു സുവിശേഷം പോരാ, 4 വേണം. ഇത് യോഹന്നാൻ പ്രഖ്യാപിക്കുകയാണ്. തീർന്നില്ല. അദ്ദേഹം അതിനു വേണ്ടി തുടക്കത്തിൽ തന്നെ എഴുതുകയാണ്, ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസ് ദൈവത്തോടൊപ്പമായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു. ഏക ദൈവം 3 ആളുകളാണ്. ഏകദൈവം, ഏകത്വം ബഹുത്വമാണ്. ബഹുത്വത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ബഹുത്വം ഏകത്വത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതിനാൽ ഏകത്വത്തിനും ബഹുത്വത്തിനും മുകളിലാണ് ദൈവം. ഏകത്വത്തിനും ബഹുത്വത്തിനും മുകളിലാണ് ദൈവം. ഇന്ന് പരിശുദ്ധ തൃത്വത്തിന് തിരുനാള് ഞാൻ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഏകത്വത്തിനും ബഹുത്വത്തിനും മുകളിലാണ് ദൈവം. അവൻ ഏകനാണ്, എന്നാൽ 3 ആളുകളാണ്. അപ്പം മാത്തമാറ്റിക്സിലെ ഇതല്ലല്ലോ, ബഹുത്വം അല്ലല്ലോ, അതിനൊക്കെ മുകളിലാണ്. അപ്പോൾ ഏകസത്യ ദൈവം 3 ആളായിരിക്കുന്ന പോലെ ഏകസത്യസഭ പല സഭകളാണ്, പല വ്യക്തിഗത സഭകളാണ്. ഇങ്ങനെ ഇത് ഈയൊരു യോഹന്നാൻ പറഞ്ഞപ്പോൾ അത് തന്നെയാണ് പൗലോസും പറഞ്ഞത്. എഫെസോസ് ലേഖനത്തിൽ 2:20-22 ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങൾ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിൽ ഒന്നിച്ച് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുയേശു മൂലക്കല്ല്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പസ്തോലന്മാർ എത്രയാ? 12 പേര്. പ്രവാചകന്മാർ വാണ്ടറിംഗ് പ്രീച്ചേഴ്സ് ഓഫ് ദ ഗോസ്പൽ. ആദിമസഭയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് സുവിശേഷം പ്രഘോഷിച്ചിരുന്നവരെയാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ പ്രവചനം നടത്തിയവരാ. പ്രവചനങ്ങളെല്ലാം പുതിയ നിയമത്തിൽ പൂർത്തിയായി. ഇനി പ്രവചിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പ്രീച്ചേഴ്സ് ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന, പൗലോസ് ഒരു പ്രവാചകനാണ്, ബർന്നബാസ് ഒരു പ്രവാചകനാണ്. അപ്പോൾ 12 അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. 12 വൈവിധ്യം, ക്രിസ്തുയേശു മൂലക്കല്ല്, ഏകത്വവും ബഹുത്വവും. ഇങ്ങനെയാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. തിരുവചനം, ചരിത്രം, ആദിമസഭ ഇവ. അപ്പോൾ ഈ പൗരത്യ സുറിയാനി സഭയെ നശിപ്പിച്ചാൽ, അതിൻ്റെ പാരമ്പര്യങ്ങൾ നശിപ്പിച്ചാൽ, അത് നശിപ്പിച്ചുകൊണ്ട് ജനാഭിമുഖം അനുവദിച്ചാൽ തിരുവചനത്തെയാണ് നാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ് നാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു സഭ മതി, ലത്തീൻ സഭ മതി, ലത്തീൻ സഭയിൽ പോലെ എല്ലാവരുടെയും മതി എന്നൊക്കെ പറയുന്നത് അവർക്ക് തിരുവചനമോ സഭാചരിത്രമോ ബൈബിളോ അതിൻ്റെ വ്യാഖ്യാനമോ ദൈവശാസ്ത്രമോ യാതൊന്നും അറിയില്ല. പള്ളി പോകുന്നുണ്ടെന്ന് പോലും അറിയില്ല. അവർ പോകുന്നുണ്ടെങ്കിൽ ഇതൊന്നും പറയില്ല. ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇടുന്നവരില്ലേ, ലത്തീൻ സഭ പോലെ ഒരു സഭ പോരെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇന്ത്യ ഒരു രാജ്യം ഒരു ഭാഷ എന്ന് പറയുന്ന പോലെയാണ്. ഏത് ഭാഷ എന്ന് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ചുരുക്കത്തിൽ നമ്മൾ ചെറിയൊരു സഭയാണ്. ചെറിയൊരു സഭ, 55 ലക്ഷം വളരെ ചെറിയൊരു സഭയാണ്. തീർച്ചയായിട്ടും സ്വാധീനം വളരെ വലുതാണ്. ആ ചെറിയ സഭയിൽ തന്നെ അനേകായിരം രൂപങ്ങൾ വന്നാൽ ഈ സഭയുടെ തനത് സ്വത്വം നിലനിർത്താൻ കഴിയില്ല. അങ്ങനെ തനത് സ്വത്വം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ തിരുവചനങ്ങളോടും സഭാ ചരിത്രത്തോടും യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന ആ ദൈവശാസ്ത്രത്തോടും ഒക്കെ നമ്മൾ അനീതി ചെയ്യും. അങ്ങനെ ജനാഭിമുഖം അനുവദിച്ചുകൊണ്ട് ഈ ദൈവശാസ്ത്രത്തെ നമുക്ക് റദ്ദാക്കാൻ പറ്റുമോ? തിരുവചനത്തെ റദ്ദാക്കാൻ പറ്റുമോ? ഈ ഒരു കാര്യം കൂടി, 15ാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ആദിമസഭയിൽ തന്നെ പത്രോസ് അപ്പോസ്തലന്റെ സഭ മാത്രം മതി, മറ്റു ശ്ലീഹന്മാരുടെ സഭകൾ വേണ്ട എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അഭിപ്രായം മാത്രമല്ല, യോഹന്നാൻ്റെ സഭയെയും തോമസിൻ്റെ സഭയെയും പത്രോസിൻ്റെ വലിയ സഭയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. അതാണ് എൻ്റെ ഡോക്ടറൽ തീസിസ്. ആ പുസ്തകം വാങ്ങിക്കാൻ കിട്ടും. വൈ ആർ യു സ്പീക്കിംഗ് വിത്ത് എ വുമൺ എന്നാണ് പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷിലെ പേര്. വൈ ആർ യു സ്പീക്കിംഗ് വിത്ത് എ വുമൺ. ആളൊരു ബിബ്ലി അക്കാദമിയിൽ ആ പുസ്തകം കിട്ടും. എൻ്റെ ഡോക്ടറൽ തീസിസാണ്. അതായത് പത്രോസിൻ്റെ വലിയ സഭ യോഹന്നാൻ്റെ സഭയെയും തോമസിൻ്റെ സഭയെയും പുറത്താക്കാൻ തീരുമാനിച്ചു. പുറത്താക്കപ്പെടാൻ അവർ തയ്യാറായില്ല. ഒരൊറ്റ തെളിവ് മാത്രം ഞാനിപ്പോൾ സൂചിപ്പിക്കാം. ഈ എന്തുകൊണ്ടാണ് സമാന്തര സുവിശേഷങ്ങൾ, പത്രോസിൻ്റെ പാരമ്പര്യമുള്ള സമാന്തര സുവിശേഷങ്ങളിൽ തോമസ് ലീഗ ചെയ്ത പല കാര്യങ്ങളും എഴുതാത്തത്? അത് യോഹന്നാൻ്റെ സഭയിൽ എഴുതിയിട്ടുള്ളൂ. അതുപോലെ തന്നെ
പത്രോസും യേശു സ്നേഹിച്ച ശിഷ്യൻ തമ്മിൽ ഒരുമിച്ച് വരുന്ന കുറേ രംഗങ്ങളുണ്ട്. ഇത് സമാന്തര സുവിശേഷങ്ങൾ എഴുതിയിട്ടില്ല. ഇങ്ങനെ ഒരുമിച്ച് വരുന്ന രംഗങ്ങളിലെല്ലാം പത്രോസിനേക്കാൾ കേമൻ ഈശോ സ്നേഹിച്ച ശിഷ്യനാണ്, യോഹന്നാനാണ്. എന്തുകൊണ്ട്? അപ്പോൾ എന്തുകൊണ്ട് പത്രോസിന്റെ പാരമ്പര്യമുള്ള സമാന്തര സുവിശേഷങ്ങളിൽ തോമസിനെ കുറിച്ചും ഈശോ സ്നേഹിച്ച ശിഷ്യനെ കുറിച്ചും പറഞ്ഞില്ല? അതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിൽ നിന്നാണ് ഡോക്ടർ തീസ് തുടങ്ങണേ. ഇപ്പോൾ ഡോക്ടർ തീസ് ഇംഗ്ലീഷാണ്, ഇച്ചിരി കട്ടിയാണ്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത മാസം എൻ്റെ ഒരു പുസ്തകം ഇറങ്ങും, തോമായുടെ സിംഹാസനം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതൊന്ന് വായിക്കണം. ഈ ജോസ് മാടൻ അടക്കമുള്ളവർ നിങ്ങളെല്ലാവരും ആ പുസ്തകം ഒന്ന് വായിക്കൂ. ഈ പുസ്തകം ഒന്ന് വായിക്കൂ. ഏത്? ഈ തോമായുടെ സിംഹാസനം എന്ന് പറയുന്ന പുസ്തകം. അതിനകത്ത് ഞാൻ ഈ 12 സിംഹാസനങ്ങൾ, അതായത് പത്രോസിന്റെ സിംഹാസനം കൂടാതെ 12 സിംഹാസനങ്ങൾ, അതിന് ദൈവശാസ്ത്രവും അതിന് ചരിത്രവും അതിൻ്റെ പട്ടികയും നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ ഈ ജനാഭിമുഖം അനുവദിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രായോഗിക പ്രശ്നങ്ങളും ദൈവശാസ്ത്രപരമായ പ്രശ്നങ്ങളും തിരുവചനത്തിലെ പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെറിയ തോതിൽ അവതരിപ്പിച്ചത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം. അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ പറയുന്ന ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്ന കോംപ്ലിമെൻ്ററി കാര്യങ്ങളുണ്ടെങ്കിൽ ഞാനത് അടുത്തൊരു വീഡിയോയിൽ പറയുകയും ചെയ്യാം. ഞാനത് പറഞ്ഞു വന്നത്, ഇത് വളരെ ബൃഹത്തായൊരു വിഷയമാണ്. ഞാൻ ഈ വിവിധ സഭകളുടെ ദൈവശാസ്ത്രത്തിലൊന്നും പോയില്ല, മറിച്ച് തിരുവചനവും ഈ പറഞ്ഞ ഈ സഭയുടെ ഘടന, ഹയറാർക്കി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ജോസ് മാടന് ഇത് തൃപ്തികരമായ മറുപടി ആകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.